മാർക്സിന്റെയും ലെനിന്റെയും ആദ്യാക്ഷരങ്ങൾ ചേർത്തൊരു പേര് മാർലന. അതിഷി മാർലന. ഇടതുപക്ഷക്കാരായ അച്ഛനമ്മമാർ അവൾക്കിട്ട പേരാണ്. പക്ഷെ മാർലന എന്ന പേര് ഭാരതീയമല്ലെന്നായിരുന്നു BJP വിമർശനം. അതിഷിയുടെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും അവർ ചോദ്യം ചെയ്തു. 2018 മാർലന എന്ന ഭാഗം തന്റെ പേരിൽ നിന്നും അതിഷി ഉപേക്ഷിച്ചു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോരാട്ടത്തിനിറങ്ങി. പക്ഷെ ഗംഭീറിനോട് തോൽവി ഏറ്റുവാങ്ങി. പിന്നീട് 2020 ഡൽഹി നിയമസഭയിലേക്ക് മത്സരിച്ചു. ഗംഭീര വിജയം നേടി. ഇന്നവൾ തലസ്ഥാനത്തിന്റെ അമരക്കാരിയാണ്. ഡൽഹിയുടെ 3ാം വനിതാ മുഖ്യമന്ത്രി. മദ്യനയ അഴിമതി കേസിൽ മനീഷ് സിസോദിയും സത്യേന്ദ്ര ജെയിനും മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ചതോടെ അതിഷിയെ തേടി മന്ത്രി പദവിയെത്തി. 2023 മാർച്ചിൽ വിദ്യാഭ്യാസം, ടൂറിസം, പൊതുമരാമത്ത്, സാംസ്കാരിക വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിയായി. അരവിന്ദ് കെജ്രിവാൾ ജയിലിലായപ്പോൾ പുറത്തുനിന്ന് പാർട്ടിയെ നയിച്ചു. ഇന്നിപ്പോൾ കെജ്രിവാൾ ഒഴിയുമ്പോൾ സുഷമ സ്വരാജിനും ഷീല ദീക്ഷിതിനും ശേഷം ഡൽഹിക്ക് ഒരു വനിതാ മുഖ്യമന്ത്രിയെ ലഭിച്ചിരിക്കുന്നു.